ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൂളംസ് ലോ റിലേറ്റ് ചെയ്ത പ്രോബ്ലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഫിഗറോട് കൂടിയ പ്രോബ്ലമാണ്. നിങ്ങളെല്ലാവരും നോട്ട്ബുക്കും പെന്നും എടുത്ത് നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് പോലെ തന്നെ ഒരുമിച്ച് തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Consider three charges Q1, Q2, Q3, each equal to small q at the vertices of an equilateral triangle of side L. What is the force on capital Q with the same sign of Q, small q? നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതുക. പ്ലേസ് അറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. ഫിഗർ വരച്ചെടുക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്മോൾ ക്യൂ എന്ന ചാർജ് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ 3 കോർണറുകളിലും വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡിൽ വെച്ച ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഏത് ഭാഗത്ത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്? കൂളംസ് ലോയുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടാവുമ്പോൾ ഒരു ചാർജിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റ് ചാർജുകളെ കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മാണ്. അതായത് F1 എന്ന് പറയുന്നത് F12 പ്ലസ് F13 പ്ലസ് F14 പ്ലസ് എക്സെട്ര അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ഇതാണ്. സെൻട്രോയിഡ് എന്ന് പറയുന്ന ഒരു സെൻട്രോയിഡ്, വാട്ട് ഈസ് സെൻട്രോയിഡ്? ഫിഗർ നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും. അതായത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ 3 ബൈസെക്ടർ നമ്മൾ വരച്ചതും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് ആംഗുലാർ ബൈസെക്ടറാണ്. മറ്റേ സൈഡിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നേർപകുതിയായി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആംഗുലാർ അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 60 ആണെങ്കിൽ ഇതിനൊരു ബൈസെക്ടർ വരച്ചാൽ ഈ ഓരോ ആംഗിളും 30 ആയിട്ട് മാറുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ കൂളംസ് ലോ ആണ് വേണ്ടതെന്ന് മനസ്സിലായി. കൂളംസ് ലോ ആണ് എന്താ ഇക്വേഷൻ? F ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ R സ്ക്വയർ. Q1 Q2ന് പകരം ഇവിടെ വരുന്ന ചാർജുകൾ ഏതൊക്കെയാണ്? സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയണം. സെൻട്രോയിഡിൽ നിന്ന് ഒരു കോർണറിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് അറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ബൈസെക്ടറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം, AD. ഓക്കെ, അപ്പോൾ ഫ്രം ദി ട്രയാങ്കിൾ ADC നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഇമാജിൻ ചെയ്തു. ADC റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ADCയിൽ കോസ് തീറ്റ എന്താ വരിക? അതായത് ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? AD ബൈ AB. എന്തുകൊണ്ട്? അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഇതാണ് തീറ്റ എങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് എങ്ങനെ മനസ്സിലാക്കുക? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മുടെ 90 ഡിഗ്രി വരുന്ന ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ AD ബൈ AB എന്ന് കിട്ടി. 30 എങ്ങനെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു 60 ഡിഗ്രീനെ ബൈസെക്റ്റ് ചെയ്തു, 30 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AD ഇസ് ഈക്വൽ ടു AB കോസ് തീറ്റ. ഫിഗറിൽ നിങ്ങൾക്കറിയാം AB എന്താണ്? L ആണ്. കോസ് 30യുടെ വാല്യൂ നിങ്ങൾക്കറിയാവുന്ന √3/2 ആണ്. അപ്പോൾ AD ഇസ് ഈക്വൽ ടു L √3/2. AD കിട്ടി. നമ്മൾ AD കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൻട്രോയിഡിൽ നിന്ന് വേർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് OA ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ OB ഡിസ്റ്റൻസ് അറിയണം, അല്ലെങ്കിൽ OC ഡിസ്റ്റൻസ് അറിയണം. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് AO ഓഫ് ദി സെൻട്രോയിഡ് O ഫ്രം A കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്താ? 2/3 AD ആണ് അതിൻ്റെ ഇക്വേഷൻ. AD നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. L
√3/2. ഓക്കെ, L√3/2 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ 2 ക്യാൻസൽ ചെയ്ത് പോയി. താഴെയുള്ള 3 മുകളിലെ √3 ക്യാൻസൽ ചെയ്താൽ ഫൈനൽ ആൻസർ L/√3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഫോഴ്സ്. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, ചാർജ് അറിയാം. ഇനി ഫോഴ്സ് കണ്ടാൽ മതി. ഇനി ഓരോ ചാർജുകളെ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു ചാർജ് Q1. എന്താ വാല്യൂ വരിക? അത് നിങ്ങൾ നോക്ക്. ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു Q1 അല്ലേ. അപ്പോൾ 1/4πε0 രണ്ട് ചാർജ് ക്യാപിറ്റൽ Q സ്മോൾ q. ഈ ഡിസ്റ്റൻസ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ബൈ L/√3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയറൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/4πε0 3 ക്യാപിറ്റൽ Q സ്മോൾ q ബൈ L². L/√3 എന്നുള്ളതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 3 മുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. ഇതാണ് ഡയറക്ഷൻ അല്ലേ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു സ്മോൾ q എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് പറയുന്ന ചാർജിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഈക്വൽ ചാർജ് ആയതുകൊണ്ട് ഇയാൾ ക്യാപിറ്റൽ Qനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, സെയിം ചാർജ് അല്ലേ, സെയിം ചാർജ് അല്ലെങ്കിൽ ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എയിൽ നിന്ന് O ഡയറക്ഷനിലേക്ക് അല്ലേ, അലോങ് AO. ഇനി അതേപോലെ നിങ്ങൾ ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു ചാർജ് Q2 നിങ്ങൾ സ്വയം നോട്ടിൽ കണ്ടു നോക്കിയാൽ എന്താ വരിക? അതായത് ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു Q2 അഗെയിൻ 1/4πε0 Q by this distance square L/√3 ഹോൾ സ്ക്വയർ. അത് നമുക്ക് കിട്ടുന്നത് നേരത്തെ കിട്ടിയ അതേ വാല്യൂ ആണ്. F2 = 1/4πε0 3 ക്യാപിറ്റൽ Q സ്മോൾ q ബൈ L². ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ഫിഗറിൽ നോക്കിയേ. ഇതിന് ക്യാപിറ്റൽ Qയുടെ മുകളിൽ സ്മോൾ q എന്ത് ചെയ്യുന്നു? റിപ്പൾസീവ് ഫോഴ്സ് ചെയ്യുന്നു. ദി ഡയറക്ഷൻ ഈസ് ഇൻ ദിസ് വേ, അതായത് ദി ഡയറക്ഷൻ ഈസ് അലോങ് BO. ഈ ഡയറക്ഷനിലേക്കാണ്, ബിയിൽ നിന്ന് ഒയുടെ ഡയറക്ഷനിലാണ് വരിക. സിമിലർലി തേർഡ് ചാർജ് ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു ചാർജ് Q3 അല്ലേ. അവിടെയും എന്ത് തന്നെയാണ് വരിക? ഇതേപോലെ തന്നെ ക്യാപിറ്റൽ Q സ്മോൾ q ഇതിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. വാല്യൂ 1/4πε0 3 ക്യാപിറ്റൽ Q സ്മോൾ q ബൈ L² തന്നെയാണ്. അപ്പോൾ നമുക്ക് 3 ഫോഴ്സും കിട്ടി. എഫ് എന്ന് പറയുന്നത് F1 + F2 + F3 ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത്, കോംപ്ലിക്കേഷൻ ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ അറിയാം. F1 താഴോട്ട്, F2 F3. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ F2 F3യുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം ആ കിട്ടിയ റിസൾട്ടൻറ്റും ഈ F1ഉം കൂടി ആഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴും നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച പാരലോഗ്രാമിനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? രണ്ട് വെക്റ്റർ നമ്മൾ ഒറിജിൻ ഒരുമിച്ച് വെച്ചു. അങ്ങനെയാണെങ്കിൽ ദ ഡയഗണൽ ഗിവ്സ് ദി റിസൾട്ടൻ്റ് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടുന്നത് റിസൾട്ടൻ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് റിസൾട്ടൻ്റ് വെക്റ്റർ കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ √(f1² + f2² + 2f1 f2 cos θ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ്. അത് ആംഗിൾ എത്രയാണ് വരിക? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് പോകണം, നീട്ടുന്നു. ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇവിടെ ടച്ച് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഫോമിലായി അല്ലേ, 4 കോണുള്ള ഒരു സംഭവങ്ങളായി. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് F2 ആൻഡ് F3 ഈസ് 120. ഇതിൻ്റെ ഡയറക്ഷൻ വന്നത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താത്തത്. അതായത് ഇതിൽ നിന്ന് ഈ F3യുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇത് റിപ്പൽ ചെയ്യുകയാണ്. അതാണ് അലോങ് CO എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ പാരലോഗ്രാം ലോ റിസൾട്ടൻ്റ് F2 ആൻഡ് F3 ഈസ് √(f2² + f3² + 2f2 f3 cos 120. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
F2 F3 എല്ലാം ഒരേ മാഗ്നിറ്റ്യൂഡാണ്. F1 എല്ലാം ഒരേ മാഗ്നിറ്റ്യൂഡായിരുന്നു അല്ലേ. നമുക്ക് F എന്ന് മാത്രം കൊടുത്താലും F² പ്ലസ് 2F ഇൻറ്റു F, അതായത് അഗെയിൻ F² cos 120 എന്ന് കിട്ടും. കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുകയാണെങ്കിൽ F² പുറത്തെടുത്താൽ 1 പ്ലസ് 2 cos 120. cos 120 എന്ന് പറഞ്ഞാൽ -1/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് എന്താ, 1 പ്ലസ് 2 ഇൻറ്റു -1/2. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്താൽ -1. 2 - 1 ഇൻറ്റു F², √1 ഇൻറ്റു F² എന്ന് വരും. അതായത് √F² എന്താ, F തന്നെ കിട്ടും അല്ലേ. അപ്പോൾ എഗെയിൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് F is equal to അല്ലെങ്കിൽ FR is equal to 1/4πε0 3Q small q by L². നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ നിങ്ങൾ നോട്ടിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ റിസൾട്ടൻ്റ് കിട്ടി. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, പക്ഷേ ഓയിൽ നിന്ന് എയിലേക്കാണ് അല്ലേ, ഇങ്ങോട്ടാണ് ആരോ. ഓയിൽ നിന്ന് എയിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് ഫോഴ്സും നമ്മൾ എടുത്തിട്ടാണ് FR കിട്ടിയത്. ഓക്കെ, F1 ഓൾറെഡി ഇനിയുണ്ട് അല്ലേ. അപ്പോൾ FR മുകളിലോട്ടും F1 താഴോട്ടുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ F1 പ്ലസ് മൈനസ് FR ആണ് അല്ലേ. അതായത് F1 മൈനസ് FR ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ F1 നേരത്തെ കിട്ടിയ വാല്യൂവും ഇപ്പോൾ കിട്ടിയ FR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4πε0 3Q small q by L² മൈനസ് 1/4πε0 3Q small q by L² എന്ന് കിട്ടും. ഓക്കെ, അതായത് നെറ്റ് ഫോഴ്സ് നിങ്ങൾ നോക്ക്, എത്രയാണ് കിട്ടുന്നത്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരേ ചാർജുകൾ 3 കോർണറിൽ വെച്ച ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൽ അതേ സൈനോട് കൂടിയ വേറൊരു ചാർജ് വെച്ചാൽ അതിനനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്തത്. നിങ്ങൾ ഒന്നുകൂടി ആ നോട്ടിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.